സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കൗമാര പ്രതിഭകളെ വരവേൽക്കാൻ തലസ്ഥാനം തയ്യാറെടുത്തു കഴിഞ്ഞു. കുറ്റമറ്റ രീതിയിൽ കലോത്സവം പൂർത്തിയാക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കി. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയം ഉൾപ്പെടെ 25 വേദികളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. വേദിയിലും അനുബന്ധ ഇടങ്ങളിലും സൗകര്യങ്ങൾ ഒരുക്കുന്നതും തുടരുന്നു. നാളെ വൈകിട്ടോടെ എല്ലാ ഇടങ്ങളും പൂർണ്ണമായി സജ്ജമാകും. ഒരുക്കങ്ങൾ മന്ത്രിമാരും മറ്റു ഉദ്യോഗസ്ഥരും നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. പ്രധാന വേദികളായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണെങ്കിലും പുത്തരിക്കണ്ടത്താണെങ്കിലും നൂറുകണക്കായ തൊഴിലാളികളുടെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. കുറ്റമറ്റ നിലയിലേക്ക് ഇത്തവണത്തെ 63ാമത് യുവജനോത്സവം കലോത്സവം മാറ്റാനുള്ള നല്ല പരിശ്രമമാണ് നടക്കുന്നത്. കലോത്സവം ഹൈടെക് ആക്കാൻ മൊബൈൽ ആപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ മുതൽ ഫലപ്രഖ്യാപനം വരെ മുഴുവൻ പ്രക്രിയകളും ഓൺലൈനാക്കി. വേദികളിലും ഓഫീസുകളിലും വേഗത്തിലെത്താൻ ഡിജിറ്റൽ മാപ്പും മൊബൈൽ ആപ്പിലും ഉണ്ടാകും. അതേസമയം കലോത്സവത്തിന് സ്വർണ്ണക്കപ്പ് നാളെയാണ് തലസ്ഥാനത്തെത്തുക. കലാകിരീടത്തിന് ജില്ലാ അതിർത്തിയായ തട്ടത്തുമല മുതൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കൗമാരകലയ്ക്ക് തിരശ്ശീല ഉയരാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി. വേദിയിൽ വിസ്മയങ്ങൾ തീർക്കാൻ പ്രതിഭകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി തലസ്ഥാന നഗരിയിൽ കലയുടെ പൂരം കാണാം. MG മഞ്ജുഷിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.